2 Corinthians chapter 1 verse 3 ഒന്നാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ വായിക്കാം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. എല്ലാവരും വാക്യം എടുത്തെന്ന് എഴുതുന്നു. അല്പം കൂടെ ശബ്ദം ഉയർത്തി 2 Corinthians chapter 1 verse 3 ഇംഗ്ലീഷിലും മലയാളത്തിൽ ഉറക്കെന്നും കൂടെ വായിക്കാം. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Who God is for you. ദൈവം നിങ്ങൾക്ക് ആരായിരിക്കുന്നു? ഇന്ന് പകൽ അതാണ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. Apostle Paul, when he began the letter of 2 Corinthians, or he wrote the second letter to the Corinthian church, he began the letter with a doxology. ഒരു സ്തുതിയോടുകൂടെ, ആരാധനയോടുകൂടെ ഈ ലേഖനം ആരംഭിക്കുകയാണ്. He could not sing about his circumstances. തൻ്റെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ പാടാനൊന്നും തോന്നത്തില്ല. But when he looked to God, who is in control of all situation, he could sing and praise his name. സാഹചര്യങ്ങളെ നോക്കിയാൽ പാടാൻ തോന്നത്തില്ല. പക്ഷെ സാഹചര്യങ്ങളുടെ നിയന്ത്രിതാവായ ദൈവത്തെങ്കിലേക്ക് നോക്കിയപ്പോൾ സങ്കീർത്തന പ്രിയ പൗലോസ് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന് ദൈവം നൽകിയ ചില കാഴ്ചപ്പാടുകൾ ഒരു തിയോളജി പോലെ ഈ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലൊക്കെ ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ. തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് തിയോളജി. അപ്പം ദൈവത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച കുറേ അറിവുകൾ 1-2 അധ്യായങ്ങളിലൊക്കെ അദ്ദേഹം പങ്കുവെക്കുക. എല്ലാം ഇവിടെ വായിച്ച് പറയാൻ നേരമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. Paul says, our God, who is our God? നമ്മുടെ ദൈവം ആരാ എന്ന് പൗലോസ് പറയുന്ന ഒരു ഭാഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസങ്ങളും നൽകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ the God of all comfort, സർവാശ്വാസങ്ങളുടെ ദൈവം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. All comfort എന്നാൽ it means he can comfort us in any situation, mental, physical, spiritual, material. നമ്മുടെ മാനസികമായ, ശാരീരികമായ, ആത്മീകമായ, ഭൗതികമായ എല്ലാ തലങ്ങളിലും നമ്മൾ എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടാലും അവിടെയൊക്കെ നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് സർവാശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് രാവിലെ ആ ആശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ജോലി സംബന്ധമായുള്ള വിഷയങ്ങൾ, കുടുംബ സംബന്ധമായുള്ള വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, തലമുറയുള്ള ബന്ധത്തിൽ വിഷയങ്ങൾ, ബിസിനസ് സംബന്ധമായ വിഷയങ്ങൾ, ജോലി സംബന്ധമായിട്ട് എല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ട ആശ്വാസങ്ങൾ നൽകി നമ്മെ നിർത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കംഫർട്ട് ഈസ് നോട്ട് സിമ്പതി. ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഒരു സഹതാപമല്ല, സിമ്പതി അല്ല. സിമ്പതി വീക്കൻസ് അസ്. നമ്മുടെ സഹതാപം കാണിച്ച നമുക്ക് അതൊരു നമ്മളെ അത് ബലഹീനപ്പെടുത്തത്തേ ഉള്ളൂ. ചുരുക്കം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അടുക്ക വന്ന് പലരും സഹതപിക്കാറുണ്ടല്ലോ. നമുക്കൊരു തലവേദനയാണെന്ന് പറഞ്ഞാൽ മതി. തലവേദനയാണോ? അയ്യോ സൂക്ഷിക്കണം കേട്ടോ, പണ്ട് തലവേദന ഉണ്ടായിട്ട് വേറെ ആൾക്ക് ട്യൂമർ ഉണ്ടായിട്ടോന്ന് പറയും. അങ്ങേര് പിന്നെ അത് പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, വെള്ളം കുടിക്കാൻ തോന്നത്തില്ല, ഒരേ കിടപ്പ്. കാരണം എന്താ? ഒറ്റ വാക്കാ. അതേസമയം നമ്മളൊരു എൻകറേജ്മെന്റ് പറഞ്ഞു കൊടുത്തു വെക്കേ, തലവേദനസാരമില്ല, കർത്താവ് സഹായിക്കും. നമ്മൾ ഈ സഹതപിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരും വ്യത്യാസമുണ്ട്. ദൈവം സഹതപിക്കുന്ന ദൈവമല്ല, ദൈവം എന്ത് ചെയ്യുന്ന? ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. കംഫർട്ട് കംസ് ഫ്രം 2 ലാറ്റിൻ വേർഡ്സ്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ 2 ലാറ്റിൻ വേർഡിൽ നിന്ന് ആ പദം വന്നിരിക്കുന്നത്. കം ഫോർട്ടിസ്. കം എന്ന് പറഞ്ഞാൽ COM, കം എന്ന് പറഞ്ഞാൽ വിത്ത് ഓർ ടുഗദർ, കൂടെ. ഫോർട്ടിസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തിയോടുകൂടെ. ആശ്വാസം എന്ന് പറഞ്ഞാൽ ശക്തിയോടുകൂടെ. ഒരു ഭയങ്കര ശക്തി, ഒരു ഭയങ്കര പവർ, ഒരു ഭയങ്കര എനർജിയാണ് ആശ്വാസത്തിൽ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത് മനസ്സിലായവരും അങ്ങനെ അനുഭവിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആശ്വാസം എന്ന് പറഞ്ഞ സഹതാപമല്ല, ആശ്വാസം എന്ന് പറഞ്ഞൊരു എനർജിയാണ്,
ഒരു പവറാണ്. സ്തോത്രം. ആശ്വാസം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ദുഃഖിച്ച് കരയുകയല്ല, പിന്നെ എഴുന്നേൽക്കും, പിന്നെ ഓടും, ജോലിക്ക് പോകും, സന്തോഷം പ്രാപിക്കും, ഭയങ്കര അനുഭവമായി തരും. ദാറ്റ് മീൻസ് കംഫർട്ട് ലിറ്ററലി മീൻസ് ടു സ്ട്രെങ്തൻ ഗ്രേറ്റ്ലി. ഭയങ്കര നന്നായി ശക്തീകരിക്കുക എന്നുള്ളതാണ് കംഫർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഞാനൊരു ജനറലൈസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗാഡ്സ് കംഫർട്ട് എന്താ? വാട്ട് ഈസ് ഗാഡ്സ് കംഫർട്ട്? ദൈവത്തിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? God does not pat us on head and give us a chocolate to distract our attention from troubles. ദൈവം നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ തലയിൽ ഒന്ന് തലോടിയിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്ന പോലെ ചോക്ലേറ്റ് കൊടുത്ത് വിടുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇന്നത്തെ കാലത്ത് ചോക്ലേറ്റ് അല്ലല്ലോ. കുട്ടികളുടെ അവർ ഞങ്ങൾക്കത് വേണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ നമ്മൾ വാശി നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് നമ്മുടെ കയ്യിലുള്ള ഇത്. കൊടുത്താൽ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളും നിൽക്കാറുണ്ട്. കാരണം അതിനകത്ത് ഭയങ്കര ആശ്വാസം അവർ കിട്ടാറുണ്ട്, സന്തോഷം കിട്ടാറുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെയാണ് മിഠായി മേടിച്ച് തരാം, മോൻ കരയേണ്ട, മോള് കരയേണ്ട, മിഠായി മേടിച്ച് തരാം, ചായ മേടിച്ച് തരാം, അല്ലെങ്കിൽ എവിടെ കൊണ്ടാകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. എന്നാൽ ഇവിടെ ദൈവം ഒരിക്കലും അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമല്ല. ദൈവം ചെയ്യുന്നത്, God first put his strength into our hearts. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം ആദ്യം തൻ്റെ ശക്തി അയക്കും, so that we can face trials and triumph over them. അത് നിമിത്തമായി നമുക്ക് പരീക്ഷകളെ ധൈര്യമായി നേരിടാൻ പറ്റും, ജയം നേടാൻ വേണ്ടി പറ്റും. അതാ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ പ്രത്യേകത. God put his strength into our hearts. അതാർക്കും തരാൻ കഴിയാത്ത കാര്യമാണ്. ഒറ്റ മനുഷ്യർക്കും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു ശക്തി പകരാൻ കഴിയില്ല. വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തൻ്റെ ദൈവത്തിൻ്റെ ശക്തി, അത്യന്ത ശക്തി പകർന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഇത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം? ദൈവസന്നിധി ചെല്ലണം. ഒരു പഴയ പാട്ടുണ്ട്, യേശു സന്നിധാനം എന്തൊരു സമാധാനം. ചേർന്ന് പാടാം. ആഴലും മനസ്സിന് അരുളും സുഖദാൻ. ഒരു പ്രാവശ്യം കൂടെ, യേശു സന്നിധാനം, യേശു ആഴലും മനസ്സിന് അരുളും സുഖദാനം. ആഴലും മനസ്സിന് അരുളും. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇന്ന് പകൽ ഒരു കാര്യം പറയാൻ പറ്റും. ഭാരങ്ങളും പ്രയാസങ്ങളുമായി ആലോചിച്ചിരുന്നാൽ ഒരിക്കലും ആശ്വാസം കിട്ടത്തില്ല. നമ്മുടെ ആലോചന അപ്പുറത്തെത്തിക്കുന്നത് നമ്മളെ വലിയ മാനസിക സംഘർഷത്തിലേക്കാ, വലിയ വിഷമത്തിലേക്കാ. ഞാൻ പറയുന്ന, ആവശ്യമില്ലാതെ ചിന്തിച്ചിരിക്കരുത്, ഭാരപ്പെട്ടിരിക്കരുത്. ആ ഭാരവുമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ട് ആ മുഴങ്കാലൊന്നും മടക്കിയിട്ട് കണ്ണുകളെ അടച്ചിട്ട് നിങ്ങളുടെ തലയ്ക്ക് വിധേ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ആത്മാവിൽ കണ്ടിട്ട് അല്പനേരം ഒന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമെങ്കിൽ, ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുന്ന ദൈവത്തിന്റെ സമാധാനം. അന്യഭാഷ പ്രാപിച്ച് എല്ലാവരും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഞാനതിന് എപ്പോഴും ചലഞ്ച് ചെയ്യാറുണ്ട്. ചിലർ പറയാറുണ്ട്, ഞാൻ 77 അന്യഭാഷ കിട്ടിയതാ, 65 കിട്ടിയതാ, ഇന്നൊരൊറ്റ അന്യഭാഷ പോലും പറയാൻ കഴിയാതെ ഇരിക്കുകയാ. വലിയ പണ്ട് കിട്ടിയെന്ന് ഓർത്തിരിക്കുക. എല്ലാവർക്കും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന വേളയിൽ ആമേൻ ഒരു വാക്കുപോലും പറയാൻ കഴിയുക. എന്തിനാ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ദൈവം നൽകിയൊരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളത്, അന്യഭാഷ എന്നുള്ളത്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തിന്റെ ശക്തി അതിലൂടെ ഇറങ്ങി വരുന്നു, അവൻ ഉത്തേജിക്കപ്പെടുവാൻ ഇടയാകുന്നു, ഒരു പുതുബലം വ്യാപരിപ്പാൻ ഇടയാകുന്നു, ഒരു പുതുശക്തി പകരപ്പെടുവാൻ ഇടയാകുന്നു.
ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ എന്നും ഇത് പറയും. സ്തോത്രം. ആമേൻ. എൻ്റെ ഈ സന്ദേശത്തിലൂടെ അത് ഏറ്റെടുത്തുകൊണ്ട് ആത്മനിറവ് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നവർക്ക് വരുന്ന ദിവസങ്ങളിൽ ദൈവം ചില വിശേഷ വിടുതലുകൾ പിന്നെയും നൽകിത്തുന്ന അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാധന സ്ഥലങ്ങളിൽ വരുമ്പോൾ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് നൽകി ദൈവം നൽകിയ ഗിഫ്റ്റ് ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിപ്പാൻ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടിമാറും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, ദുഷ്ടപ്രതീക്ഷകൾ തകരും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഞാൻ കരഞ്ഞു കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ്. 1994 ഫെബ്രുവരി 13 SABCക്ക് അത് എതിർവശമുള്ള ആ ഫോറസ്റ്റ്, ഇന്ന് അവിടെ ഒറ്റ ഫോറസ്റ്റുമില്ല, ബിൽഡിങ്ങിൻ്റെ ഫോറസ്റ്റാണ്. അന്ന് ആ കുറ്റിക്കാട്ടിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ച വേളയിൽ പകർന്നു നൽകിയ ദൈവത്തിൻ്റെ കൃപാദാനമാണ് ആത്മനിറവ് ദൈവത്തെ സ്തുതിപ്പാനുള്ളത്. എനിക്കറിയാം എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അത് അനുഗ്രഹമായിരിക്കണം. എനിക്കത് വേണം കർത്താവ് എന്ന് ചോദിച്ച് വാങ്ങിയപ്പോൾ ദൈവം തരാനിട. അന്നു മുതൽ ഞാൻ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പല പ്രതിസന്ധികളുടെ നടുവിലും, എൻ്റെ പല വെല്ലുവിളികളുടെ നടുവിലും, എൻ്റെ ശുശ്രൂഷയിൽ നിന്നും എന്നെ തകർത്ത് കളയാൻ, എന്നെ പൂട്ടിയിടാൻ എനിക്കൊരു വഴി തുറക്കാതെ വണ്ണം പിശാച് വെല്ലുവിളിച്ച വേളയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച വേളയിൽ പല ബന്ധനങ്ങൾ ദൈവം അഴിച്ചു കളഞ്ഞു, പല വഴികൾ ദൈവം തുറന്നു തരുവാനിടയായി. എന്നെ പോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. God put his strength into our hearts. ദൈവം തന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നു. So we can face trials and triumph over them. പരീക്ഷകളെ നമ്മൾക്ക് നേരിടുവാൻ, അതിൽ മേൽ ജയം കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. 2 ways God put his strength. ദൈവം നമ്മുടെ മേൽ തന്റെ ശക്തി പകരുന്നത്, ഹൃദയങ്ങളിൽ തന്റെ ശക്തി പകരുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, സ്ട്രെങ്ത് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ ലൈഫിൽ ഞാൻ 2 കാര്യം ഒത്തിരി എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒന്ന്, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടി ആരാധിക്കുക. ചില സമയത്തൊക്കെ ഞാൻ ഈ പ്രസംഗത്തിനിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടാറുണ്ടല്ലോ. ദൈവം തരുന്നൊരു പാട്ട് പാടാതെ പോയി എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ദൈവം തരുന്ന പാട്ട് പാടണം. എനിക്കറിയാം, ഒരു ശീലി ഞാൻ പാടിയാൽ ആരെയൊക്കെയോ ആ പാട്ടുകൾ സ്പർശിക്കാറുണ്ട്. എൻ്റെ അടുക്കൽ വന്ന് പലരും പേഴ്സണലായി പറയാറുണ്ട്, ആ പാട്ട് ഒന്നോ പറയാമോ. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു പാട്ട് പാടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പാട്ട് അറിയത്തില്ലെന്ന് എഴുതി വെച്ചോണം ആ പാട്ട്, പിന്നെ ഞാൻ പറഞ്ഞുതരാം. പാട്ട് ആരാധിക്കുക, സ്തോത്രം ചെയ്യുക നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു ഭാഗമാകട്ടെ. 2, ഞാൻ എൻജോയ് ചെയ്തൊരു മേഖലയാണ് വചനം. എവിടെ പ്രസംഗം കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു വാക്യം കണ്ട എൻ്റെ ഹൃദയം തുടിപ്പാനിടയായിത്തീരും. ഞാൻ സ്കൂളിലും കോളേജിലും പോകുന്ന വഴിയിലാണ് മതിൽമേൽ എഴുതിയ വാക്യം കണ്ടാണ് ഞാൻ സന്തോഷിക്കും. കാരണം വചനത്തോടുള്ള ഭയങ്കര ഒരു ആവേശം ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, എന്നെ ഇതുവരെ നിർത്തിയത് ഏതെങ്കിലും പ്രവചനത്തിൻ്റെ ശക്തിയല്ല, എന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. പ്രവചനം തുച്ഛീകരിക്കുകയല്ല, പക്ഷെ പ്രവചനം മാറിപ്പോകും. പലതും മാറിപ്പോകും, പക്ഷെ മാറാത്ത ദൈവത്തിന്റെ വചനം. ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാകിയാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ ഹൃദയമെന്ന മാംസപ്പലകിൽ എഴുതിയിരിക്കുമ്പോൾ, ഞാനിതെല്ലാം പറയുമ്പോൾ കൊരിന്ത്യലേഖനത്തിൽ ചില വാക്കുകൾ കേട്ടോ, ഹൃദയമെന്ന മാംസപ്പലകിൽ എഴുതിയിരിക്കുമ്പോൾ ആ വചനമൊക്കെ നമ്മളോട് ഇടപെടുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ആര് പ്രസംഗിച്ചാലും, ഇവിടെ പ്രിയ മകൾ ആൻ പ്രസംഗിച്ചു, പല കുഞ്ഞുങ്ങൾ പ്രസംഗിക്കാറുണ്ട്, ഞാൻ മിക്കവാറും പ്രസംഗിക്കുന്നു, സഹോദരങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്. ആര് പ്രസംഗിക്കുമ്പോഴും വചനമാണോ പ്രസംഗിക്കുന്നത്? സ്തോത്രം. നമ്മുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനമാണോ പ്രസംഗിക്കുന്നത്? ആ വചനത്തിൽ ഒരു പ്രവൃത്തി എവിടെയെങ്കിലും ഉണ്ടാകും. എബ്രായർ 4:12 എടുത്ത് വായിക്കാമോ? ഹീബ്രൂസ് ചാപ്റ്റർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ബൈബിളെ തുറന്ന് നോക്കണേ, ഒരു സന്തോഷമായി ബൈബിളൊക്കെ തുറക്കുന്നത് തന്നെ. സ്ക്രീനിലുണ്ട്, നല്ല കാര്യം, പക്ഷെ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് തുറന്നു നോക്കുന്ന സന്തോഷകരമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ, ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ? പ്രാണനെ, ആത്മാവിനെ, സന്ധികളെ വേർവിടുവിക്കും വരെ
തുളച്ചു ചെല്ലുന്നത് ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ വിവേചിക്കുന്ന വചനം. ആ കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. ഈ വചനത്തിന്റെ പവറാ പറയുന്നത്. ജീവനുള്ള വചനം. മൃതമായി കഴിഞ്ഞു, തീർന്നു, ജീവിക്കുകയില്ല, മരിച്ചു, സാധ്യതയില്ല. ഇന്ന് രാവിലെ ഇന്നത്തെ സാക്ഷ്യം കേട്ടതുപോലെ നാട്ടുകാർ പറയും നണ്ണായിക്കോ, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുമല്ലോ, അതല്ലേ നല്ലേ. മനുഷ്യൻ്റെ രക്ഷ എത്രയേ ഉള്ളൂ, അവർ പറഞ്ഞ അങ്ങനെയാ. പക്ഷെ ദൈവത്തിൻ്റെ വചനം ജീവന്റെ വചനമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ, സാധ്യതയില്ലാത്തതിനെ സാധ്യമാക്കുവാൻ. വൈദ്യശാസ്ത്രം ഇനി ഇങ്ങനെ ആകത്തുള്ളത് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെയല്ല, എനിക്കൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ദൈവം അത്ഭുതവാനാണ്. രാവിലെ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, ഈ വചനം ജീവന്റെ വചനമാണ്, ചൈതന്യം വരുത്തുന്ന വചനമാണ്. വചനം നമ്മൾ വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, സ്തോത്രം, ഉണ്ടാകുന്ന സന്തോഷം, നമ്മുടെ ആ പ്രഷേഴ്സും നമ്മുടെ ആ ടെൻഷൻസും നമ്മുടെ ആ നിരാശകളും ഒക്കെ അങ്ങ് മാറിയിട്ട് നമ്മുടെ കൺട്രോൾ വചനം അങ്ങ് ഏറ്റെടുക്കും. വചനം ഇങ്ങനെ വചനത്തിന് മാറി, വചനത്തിന് മഴ അങ്ങ് പെയ്തുകൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ വചനം ഒരു അധ്യായം വായിച്ചാൽ മതി, ഒന്ന് ധ്യാനിച്ചാൽ മതി. അതിൻ്റെ പവർ ഭയങ്കരമാണ്. ഡെയിലി ബൈബിൾ വായിക്കുന്നവർക്കായി സ്തോത്രം. അടുത്ത ഒരു ഞായറാഴ്ച കൊണ്ടുവന്ന് അടുത്ത ഞായറാഴ്ച തുറക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് ബൈബിൾ ഡെയിലി വായിപ്പാനിടയാകട്ടെ. എല്ലാ ദിവസവും ജോലിക്ക് വേണ്ടി പോകും മുൻപായിട്ട് ഒരു അധ്യായം വായിച്ചു പോകുന്ന അനേകരെ എനിക്കറിയാം. പേഴ്സണലി പറഞ്ഞ പേരൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അന്ന് ജീവിപ്പാൻ വേണ്ട ജീവൻ നൽകുന്ന വചനമാണ്. നിങ്ങളുടെ ഓഫീസ് ഭയങ്കര ടെൻഷനുള്ള ഓഫീസായിരിക്കും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ നിങ്ങളോട് ഒത്തിരി മോശമായിട്ട് റാഷായിട്ട് ഇടപെടുന്നവരായിരിക്കും. എങ്ങനെ അവരുടെ മുമ്പ് പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരധ്യായം, ഒരു ഭാഗം വായിച്ചിട്ട് നിങ്ങൾ കടന്നുപോയിക്കോ. രാവിലെ നിങ്ങൾ പോകുന്ന ചൈതന്യത്തോടെ ആയിരിക്കും, ഭയങ്കര ആത്മവിശ്വാസത്തോടെ ആയിരിക്കും. നിങ്ങൾക്കെതിരെ എത്ര മല്ലന്മാർ വന്നാലും, എത്ര കെടുകെട്ടുള്ളതായ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്നാലും, നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളെ ഉള്ളിൽ പ്രവേശിച്ച ആ ചൈതന്യമുള്ള വചനം, ആ ജീവന്റെ വചനം, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം സൗഖ്യമാക്കും, മനസ്സിന് സുഖം തരും, ശരീരത്തിന് സുഖം തരും, ആത്മാവിന് സുഖം തരും, സന്ധികൾക്ക്, ബോൺസിന്, ബോൺ മാരോസിന്, ജോയിൻസിന് എല്ലാം സുഖം തരും. ചിന്തകളുടെ മേൽ ദൈവം സൗഖ്യം തരും. ഭാവങ്ങളെ ദൈവം വിവേചിക്കും. പുതിയ വ്യക്തിയാക്കി നമ്മെ മാറ്റുവാനിടയാകും. 2 വാക്യം വേഗത്തിൽ വായിക്കട്ടെ. ആക്സ് 18:9, അപ്പോസ്തല പ്രവൃത്തി 18:9. മറ്റൊന്ന് ആക്സ് 23:11, അപ്പോസ്തല പ്രവൃത്തി 23:11. കൊരിന്തിലേക്ക് കർത്താവിൻ്റെ വേലയായി ചെന്നു. നല്ല ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രിയാ. അഖിലാവോടും പ്രിസ്കിലയോടും കൂടെ ചേർന്ന് കൂടാരപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. പക്ഷേ യഹൂദന്മാരെ അതിനെ അംഗീകരിച്ചില്ല. തൻ്റെ വസ്ത്രം കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി മേലാൽ ജാതികളുടെ അടുക്കൽ പോകും. യുസ്തോസിന്റെ ഭവനത്തിൽ പാർത്തു. ക്രിസ്പോസും കുടുംബവും വചനം കണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കൊരിന്തിൽ അനേകർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേരുവാനിടയായി. ഒരു ഭാഗത്ത് ഫ്രൂട്ട്ഫുൾ മിനിസ്ട്രി ഉള്ളപ്പോൾ യഹൂദന്മാരുടെ എതിർപ്പ് സഹിക്കാതെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് നല്ല വഴികളൊക്കെ തുറക്കുമ്പോൾ അപ്പുറത്ത് ചില മനസ്സ് ഭാരപ്പെടുത്തുന്ന വിഷയമുണ്ടായിരിക്കും. നന്മ ഉണ്ട്, പക്ഷെ മറുവശത്ത് ഭാരങ്ങൾ. പൗലോസ് തീരുമാനിച്ച് കൊരിന്ത് വിട്ടു പോയേക്കാം. ഇത് കർത്താവിന് ഇടമാണോ എന്ന് ചിന്തിച്ച് കൊരിന്ത് വിട്ടു പോകാൻ വേണ്ടി ചിന്തിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന വേളയിൽ ദർശനത്തിൽ കർത്താവ് അടുത്തു വന്നു. ഭയപ്പെടാതെ പ്രസംഗിക്കാം. അടുത്ത വാക്യം, ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശിഖാരാബാല. ഇന്ന് രാവിലെ ജോലി സംബന്ധമായ പ്രഷർ നിമിത്തം, ജോലി വിട്ടുപോകാൻ വേണ്ടി, കമ്പനി മാറിപ്പോകാൻ വേണ്ടി, ഇനി എനിക്ക് മതി, ജോലിയേ വേണ്ട എന്ന് ചിന്തിക്കുമാറ് മാനസികമായ സമ്മർദ്ദത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് കർത്താവ് സംസാരിക്കുക. ഭയപ്പെടാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. God has placed you that particular institution, the particular place.
If God placed you, God will take care of you and God be with you. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ദൈവം നിന്റെ കാര്യം നടത്തും, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ ദൈവം നിന്നെ കൊണ്ടുവരാൻ ഇടയാകും. കർത്താവിനെ സേവിച്ച ദാസന്മാർക്ക് ആർക്കും പ്രശ്നം വരാഞ്ഞിട്ടില്ല. എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. Acts chapter 23 verse 11. ധൈര്യമായിരിക്കെ. കർത്താവിന്റെ വചനമൊക്കെ എങ്ങനെയാ? പവർഫുൾ വേർഡാ. ഒറ്റ വാക്കേ പറയുള്ളൂ, ധൈര്യമായിരിക്കെ. ആ വാക്ക് കേട്ടാൽ മതി, പിന്നെ ഭയങ്കര ധൈര്യമാണ്. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ശക്തി പകരുന്നത് ഒന്ന് തൻ്റെ വചനത്തിലൂടെയാണ്. നമ്മൾ ഏറ്റവും വിഷമസന്ധിയിലായിരിക്കുമ്പോൾ, നമുക്കൊന്ന് പറയാനും കേൾക്കാനും ആരുമില്ലാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, മടങ്ങി വരുമ്പോൾ, ദൈവവുമായി നമ്മുടെ ഹൃദയം ട്യൂൺ ചെയ്തിരിക്കുമ്പോൾ, ദൈവം നമ്മോട് പറയും, ഹല്ലേലൂയ, എൻ്റെ മോളെ നീ ധൈര്യമായിരിക്ക്, എൻ്റെ മോനെ നീ ധൈര്യമായിരിക്ക്. We can be encouraged by the power of the word of God. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ധൈര്യമായിരിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം വേഗത്തെ പറയട്ടെ, ഈ സന്ദേശത്തിൻ്റെ മെയിൻ ഭാഗമാണ്. രണ്ടാമത്, ദൈവം നമ്മെ എങ്ങനെയാ ധൈര്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് എങ്ങനെയാണ് ആശ്വാസം നൽകുന്നത്? ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമുക്ക് ധൈര്യം നൽകുവാൻ ഇടയായിത്തീരും. ആമേൻ. 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആമേൻ. ദൈവം നമ്മെ നമ്മുടെ പകർന്നിരിക്കുന്ന ശക്തി എങ്ങനെയാണെന്നറിയാമോ? 9-ാമത്തെ വാക്യം, 1:9. ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന സ്തോത്രം. നിൽക്കട്ടെ. ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ദാറ്റ് റൈസസ് അസ്. നമ്മളെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. ഇവിടെ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ആസിയിലുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ അറിയണം. നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ സൂചിച്ച് നടക്കുക. 2 പാസ്റ്റർമാർ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, വെള്ള ഷർട്ടൊക്കെ ഇട്ട് കറുത്ത പാലൊക്കെ ഇട്ട് വന്നിരിക്കുക. അവരെന്തായിട്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവദാസന്മാർ പൊതുവെ പറയുക, പാസ്റ്റർമാർക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾ സന്തോഷമായി പോകുന്നു, നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ വല്ല ടെൻഷനുണ്ട്, ഞങ്ങളാണെങ്കിൽ ഓഫീസിൽ പോകുന്നു, എന്തെല്ലാം ജോലി പരിപാടി, നിങ്ങൾക്ക് എന്ത് വിഷയം എന്ന് ചിന്തിക്കുന്ന ലോകം അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പം ഇങ്ങേർക്ക് ഇത് കുറേ കേട്ടിട്ടാണെന്തോ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. ഞങ്ങളൊരു ഈസിയായ ലൈഫല്ല നയിക്കുന്നത്, ഒരുപാട് പ്രശ്നങ്ങളൂടെ ഞങ്ങൾ പോയവരാ. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. എന്തൊക്കെയാ കഷ്ടം അറിയാമോ? 1-10 വായിക്കുമ്പോൾ ഭയങ്കര മരണകരമായ കഷ്ടം. സ്തോത്രം. 1-8 നിരാശ തോന്നിയ, അവിടെ വായിച്ചല്ലോ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. നമുക്കെല്ലാം ഒരു പവർ ഉണ്ടല്ലോ, വിൽ പവർ. നമുക്കൊക്കെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, നമുക്കൊരു മാനസികമായ ഒരു ആത്മവിശ്വാസമില്ലേ, തീരുമാനശേഷിയില്ലേ. നമ്മൾ എന്തു വന്നാൽ നമ്മുടെ ഒരു വിൽ പവറോട് പറയും, ഞാനിതിനെ നേരിടും, ഞാൻ ജോലി വിടത്തില്ല. അതുകൊണ്ട് ഈ നിന്ന് പോകുന്നു കേട്ടോ. ഈ മാനസിക പവർ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ആത്മഹത്യ പരിപാടിക്ക് പോകുന്നത്. നമുക്ക് ദൈവം നൽകിയ നല്ല വിൽ പവറിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആരുടെ വിൽ പവർ കളയല്ല, സന്തോഷത്തോടെ നിൽക്കണം. എന്തു വന്നാലും എന്തിനെ നേരിടണം. ദൈവമക്കളായി നമ്മൾ ഒരിക്കലും ജീവൻ കളയാൻ എന്ന് പറഞ്ഞാൽ ജീവൻ സ്വയമായി നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാകരുത്. നിരാശ നമ്മുടെ മേൽ വന്നാലും നിരാശ നമ്മൾ ജയിക്കണം. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയുമോ? നല്ലൊരു ആമേൻ പറഞ്ഞേ, കൈ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. കുഞ്ഞുങ്ങള് പഠിക്കുമ്പോൾ ഓർത്തോണം, ഒരു പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിൽ തോറ്റാലും വിട്ടുകളയല്ല, അടുത്ത പ്രാവശ്യം പിടിച്ചോണം. ഞാൻ ജയിക്കും. ഇപ്രാവശ്യം എനിക്ക് 50 കിട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം 100 ഞാൻ മേടിക്കും, ഞാൻ ജയിക്കും. അതാ വിൽ പവർ. അമ്മ ജോലി പോയട്ടെ, എനിക്ക് ദൈവം ജോലി തരും, ഞാൻ ജയിക്കും. വിൽ പവർ കൊണ്ട് ഒരുപാട് പേര് ഉയർന്നു വന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പല വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇവർക്ക് ഇവരുടേതായ ഒരു വിൽ പവർ ഉണ്ടായിരുന്നു. അതാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ട് ഞങ്ങളുടെ മാനസിക ശക്തി കൊണ്ട്, ഞങ്ങളുടെ വിൽ പവർ, ഞങ്ങളുടെ ശാരീരിക ശക്തി
അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന വലിയ കഷ്ടമാണ് ഞങ്ങൾക്കുണ്ടായത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾ ഇനി ജീവനോടെ ഇരിക്കുമോ? നിരാശ തോന്നി. 1:8 വീണ്ടും വായിക്കുന്നു, ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. സ്തോത്രം. മരിക്കുമെന്ന് ഞങ്ങൾ നിർണയിക്കേണ്ടി വന്നു, ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെയുള്ള സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. മനസ്സിലായോ? നിങ്ങളുടെ ബാക്കി അധ്യായം ഇപ്പം വായിച്ചുകൊണ്ടിരിക്കരുത് ദയവ് ചെയ്ത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് 1 മാർക്കേലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കേട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വേറെ ഒന്നും ചിന്തിച്ചാണ്ട് പോയാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കുക കേട്ടിട്ടേ പോകും. ബൈബിൾ ക്വിസ് ഇന്നും പിന്നെ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവിന് പറയാനുള്ളൂ കേട്ടിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. സ്തോത്രം. ആമേൻ. ഇങ്ങനെയുള്ള വിഷമസന്ധി ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എന്താ ചെയ്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് അവരുടെ അരികിലേക്ക് വന്നു, ദൈവത്തെ ആശ്രയിപ്പാൻ സഹായിച്ചു. പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഹെൽപ്പ് us to trust in God. ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്കാർക്കും ഒന്നും പുകഴാനില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആര് ഹെൽപ്പ് ചെയ്താ? പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്ത്. ധൈര്യമായിട്ട് കരമുയർത്തി പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്തിട്ടാ. നമ്മളെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഇരിപ്പുണ്ടെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്കിൽ പരിശുദ്ധാത്മാവിന് കൊടുത്തൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം അരികിൽ നിൽക്കുന്നവൻ, കംഫർട്ടർ, കൂടെ നിൽക്കുന്നവൻ, സഹായമായി നിൽക്കുന്നവൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ആരാധനയ്ക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ അരികിൽ പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, ആമേൻ, ആശ്രയിപ്പാൻ സഹായിച്ചു. പരിശുദ്ധാത്മാവ് ഒരു ഉയർപ്പിൻ്റെ ശക്തി അവരുടെ മേലങ്ങ് പകർന്നു. അവർ ഭയങ്കരമായി ഭാരപ്പെട്ടു. ആ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ഉയർപ്പിൻ്റെ ശക്തി അവരിലേക്ക് പകരുവാനിടയായി. സ്തോത്രം. അതുകൂടാതെ ഹല്ലേലൂയ, ആമേൻ, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്ന് തൻ്റെ അഭിഷേകം അവരുടെ മേൽ പകർന്നു. അവര് ഭാരപ്പെട്ട് ചഞ്ചലിച്ച സ്ഥാനത്ത് ദൈവാത്മാവ് അവരെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. കരമുയർത്തി ആമേൻ പറയട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ദൈവശക്തി നമ്മെ ഉറപ്പിക്കുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ ഉറപ്പിക്കുന്ന അഭിഷേകമാണ്. ദൈവശക്തി ഉള്ളിലേക്ക് വന്ന് അവര് ശരിയായ ആശ്വാസം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താണെന്നറിയാമോ? 1-4 വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തർ ആകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളൊക്കെ അവൻ ഞങ്ങളെ, ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? 1:4. We may be able to comfort those who are in any trouble. മതി. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? ദൈവം നൽകിയ ആശ്വാസം കൊണ്ട് ആരുടെയും അടുക്കൽ പോയി, ബ്രദറെ സാരമില്ലെന്നൊന്ന് പറഞ്ഞാൽ മതി, കർത്താവ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ മതി, ആത്മാവിൻ്റെ പവറോടെ ഒന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആശ്വസിക്കപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് ചില കഷ്ടങ്ങൾ തരുന്ന എന്തിനാണെന്നറിയാമോ? ആ കഷ്ടങ്ങളുടെ നടുവിൽ ഒരു ആശ്വാസം ദൈവത്താൽ പ്രാപിച്ചിട്ട്, ആർക്കും തരാൻ കഴിയാത്ത ദൈവികാശ്വാസം, ദൈവശക്തി പ്രാപിച്ചിട്ട്, നമ്മളെ പോലെ കഷ്ടമനുഭവിച്ച, അല്ലെങ്കിൽ നമ്മളെക്കാൾ വ്യത്യസ്തമായ നിലയിൽ കഷ്ടമനുഭവിച്ച ഏത് കഷ്ടമനുഭവിക്കുന്നവരെയും ഒന്ന് കൗൺസിൽ ചെയ്യുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന ആശ്വാസങ്ങൾക്കായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. ഞാൻ പലരെയും ആശ്വസിപ്പിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപേ ദൈവം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ ആശ്വാസമാണ് എന്നെ ബലപ്പെടുത്തിയത്. ഞാൻ ഓർക്കുന്ന SABCയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായി. ഞാൻ ഏതുമല്ല, ഐ എം സീറോ, നത്തിങ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് പഠിപ്പാൻ കഴിയുന്നില്ല, എനിക്ക് എന്തൊക്കെയോ എന്നെക്കുറിച്ച് ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി എൻ്റെ ഉള്ളിൽ കടന്നു. ഇൻഫീരിയോറിറ്റി വന്ന ഭയങ്കര അപകടം കേട്ടോ. എനിക്ക് ആരോടും പറയാനില്ല. ഇത് 1994 സംഭവിച്ച കാര്യമാണ്. ചിലരൊക്കെ ജനിച്ചിട്ട് പോലില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അന്ന് എൻ്റെ ഒരു വിഷമം കണ്ട്, ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ ഒരു വിഷമം ദൈവം കണ്ടു. ഒരു സഹോദരനെ എൻ്റെ അടുക്കലേക്ക് അയച്ചു.
എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ, ഒന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. അപ്പോൾ അവൻ മനസ്സിലായി എന്തോ ഉണ്ട്. എന്നെ ഈ പുള്ളി കൂട്ടിക്കൊണ്ട് അവൻ്റെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ അടുത്തിരുത്തി. ആ ബ്രദറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് വളരെ ഡിയറായ സഹോദരനാണ്. എന്നോട് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. എന്നോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലെ നീ കരയരുത്. ഇനി ഇതുപോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന ചെയറിൽ നിന്നെ ദൈവം ഇരുത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, എത്രയോ പേരെ കർത്താവിൻ്റെ ആ വചനത്താൽ ആശ്വസിപ്പിക്കുവാൻ, കൗൺസിൽ ചെയ്യാൻ ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അന്ന് ദൈവത്താൽ ലഭിച്ചൊരു ആശ്വാസം, ഒരു ശക്തി എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ യാതൊരു കഷ്ടങ്ങളിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു. ഇന്ന് രാവിലെ ആശ്വാസം വേണോ അതോ സഹതാപം വേണോ? ആശ്വാസം വേണ്ടവർ കൈ ഉയർത്തുകയെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ, വീട്ടിലുള്ളവരെ, ജീവിത പങ്കാളിയെ ആശ്വസിപ്പിക്കുവാൻ ആ ദൈവത്തിൻ്റെ ആശ്വാസം പര്യാപ്തമാണ്. ഈ ശക്തി പ്രാപിച്ച പൗലോസാ പറയുന്നത്, 2 Corinthians chapter 4 verse 7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം. മതി. ഈ ശക്തിക്ക് പൗലോസ് കൊടുത്ത വേറൊരു പേരാണ്. ഇതിന്റെ പേരെന്താണ്? അത്യന്ത ശക്തി. ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശക്തിയാ. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിക്കാട്ടെ. The all surpassing power, അല്ലേ? അങ്ങനെയല്ലേ? No. What is the word for that power? All surpassing power. NIV-യിൽ സകല ശക്തിയേക്കാൾ സകല ശക്തിയെ വെല്ലുന്ന ശക്തി. ഒരു നല്ല സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. നല്ല ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉന്നതമായ ശക്തി. ഈ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ മൺപാത്രങ്ങളിൽ, ഈ മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മൺപാത്രം എന്ന് പറയുമ്പം അതിന് എല്ലാം താങ്ങാനുള്ള ശേഷിയില്ല. വളരെ ലോലമായ, വളരെ ഫ്രജൈലായ പാത്രങ്ങളാണ് ഈ മൺപാത്രങ്ങൾ. പെട്ടെന്ന് പൊട്ടിപ്പോവും, ഇല്ലേ? മൺകലം, മൺചട്ടിയൊക്കെ അറിയാമല്ലോ. ജാഴ്സ് ഓഫ് ക്ലേ എന്ന് പറയുമ്പോൾ നമ്മളെ ഉദ്ദേശിക്കുന്നത്, നമ്മളാകുന്ന ബലഹീന പാത്രങ്ങളിൽ, ഈ മൺപാത്രങ്ങളിലാണ് എന്ത് പകർന്നിരിക്കുന്നത്? താങ്ങാൻ കഴിയാത്ത ദൈവശക്തി പകർന്നിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇതൊരു ഭാഗ്യമല്ലേ? ഇവിടുത്തെ ഉരുക്കുമുഷ്ടിയുള്ള മനുഷ്യന്മാരും ഇവിടുത്തെ ഭയങ്കര മിടുക്കന്മാരും ഈ ലോകത്തിന് ജ്ഞാനവും ആശ്വാസവും കേട്ട് പലപ്പോഴും പരാജയപ്പെടുമ്പോൾ നമ്മളാകുന്ന ഈ ബലഹീന മൺപാത്രങ്ങളിലേക്ക് അഖിലാണ്ടത്തിനുടയവനായ, സർവത്തിന്റെ സൃഷ്ടിതാവായ, സർവാധികാരിയായ ദൈവത്തിന്റെ അത്യന്ത ശക്തി പകരപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച മൺപാത്രങ്ങൾ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. അതിനകത്തൊരു വാണിംഗ് ഉണ്ട്. കൃപയിൽ നിന്നോണം. മൺപാത്രമാ. കൃപ ചോർന്നു പോകാൻ ഇടയാകരുത്, തകർന്നു പോകാൻ ഇടയാകരുത്. കർത്താവിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ അത്യന്ത ശക്തി നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും. പൗലോസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നു, ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരാ, നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരാ, ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരാ, നശിച്ചു പോകുന്നില്ല. കാരണം ഒറ്റ വേർഡ്, അത്യന്ത ശക്തി. തകരാതെ നിർത്തിയ ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും പറയാൻ കഴിയട്ടെ, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ പതറുകയില്ല, ഞാൻ വീഴുകയില്ല. എൻ പ്രിയൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്, നടത്തിടുന്നു ദിനംതോറും. എൻ്റെ സന്തോഷവേളയിൽ, എൻ്റെ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ പതറുകയില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു വേഗം അവസാനിപ്പിക്കാം. Number 1, God of all comfort. The second one, God of triumph. ജയത്തിന്റെ ദൈവം. 2 Corinthians chapter 2 verse 14, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
2:13 വായിക്കുമ്പോൾ 12 വായിക്കുമ്പോൾ കാണുന്നത് മതി. 2:12 ഓപ്പൺ ഡോർ, 2:13 ക്ലോസ്ഡ് മൈൻഡ്. മനസ്സിലായോ? തുറക്കപ്പെട്ട വാതിൽ 2:12, അടയപ്പെട്ട മനസ്സ് 2:13. നമുക്കിങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഒരു പുതിയ വഴി അങ്ങോട്ട് തുറക്കുമ്പം അപ്പുറത്ത് മനസ്സിനെ സ്വസ്ഥത കെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ. അതാണ് പലപ്പോഴും പലരും വേണ്ടെന്ന് വെക്കുന്നത്. എന്ത് തുടങ്ങിയാലും എനിക്കെന്താ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്തെങ്കിലും ഒരു നന്മ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങുമ്പം, ഈ വാതിൽ തുറന്നപ്പോൾ ആര് സന്തോഷിച്ചു? പൗലോസ് ഒത്തിരി സന്തോഷിച്ചു. തൊട്ടു പുറകിൽ മനസ്സിന് സ്വസ്ഥതയില്ല. എന്താ? തീത്തോസിനെ കാണുന്നില്ല. അപ്പം ചിലർ പറയാറുണ്ട്, കൂടുതൽ ആത്മീയത്തിലേക്കൊന്നും പോകണ്ട, കൂടുതൽ പ്രാർത്ഥിക്കാനൊന്നും, ഇങ്ങനെ ഒരുമാതിരി ഒരു പൊത്തുവരുത്തപ്പെട്ടിലൊക്കെ പോയാൽ മതി, അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ കേട്ടിട്ടുള്ളവർ കൈ ഉയർത്തിക്കുക. അങ്ങനെ ആയാലും കേട്ടു. കൂടുതൽ ആത്മീയനൊന്നും ആകാൻ, എന്നും പ്രാർത്ഥന, എന്നും പള്ളി, എന്നും ഉപവാസം, എന്നും വചനധ്യാനം, എപ്പം നോക്കിയാലും കണ്ണുനീര്. എന്തേ നീ പ്രാർത്ഥിച്ചിട്ട്? അതുകൊണ്ട് പിശാച് ആ വ്യക്തിയിലൂടെ വളരെ മാന്യമായിട്ട് പറയും, ദേഷ്യത്തിലല്ല പറയുന്നത്, വളരെ മാന്യമായിട്ട് പറയും, കൂടുതലൊന്നും പ്രാർത്ഥിക്കണ്ട, ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോവുക, നേരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക, ബൈബിളിൽ ഈ സിബ് ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വായിക്കുക, പിന്നെ പള്ളിയിലെ മെമ്പർഷിപ്പ് പോകാതിരിക്കാൻ വേണ്ടി ദശാംശം കൊടുക്കണം, അത്യാവശ്യം കൊടുത്തെങ്കിൽ പൊത്തുവരുത്തപ്പെട്ട് പോയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് പൗലോസിന് ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം കീഴടക്കിയ മിഷണറി വീരന്മാരെ പോലെ ഒരാൾ പൗലോസ് ആകത്തില്ലായിരുന്നു. പക്ഷെ അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഒരു ഉത്സവമാണ്, ജയഘോഷമുള്ള, ജയാരവമുള്ള ഒരു ഉത്സവമാണ്. തീത്തോസിനെ കാണാഞ്ഞതിൻ്റെ വിഷമം വെച്ച് ഞങ്ങളുടെ ശുശ്രൂഷ കളയാൻ വേണ്ടി ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാ, ഞങ്ങൾ മക്കതോനിക്ക് പുറപ്പെടുകയാ എന്ന് പറഞ്ഞ് അടുത്ത വേലസ്ഥലത്തേക്ക് പുറപ്പെടുവാനിടയായി. അങ്ങനെ പുറപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? തീത്തോസിനെ ദൈവം കാണിച്ചു കൊടുക്കുവാനിട 7-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. തീത്തോസിനെ കാണുവാനിടയായി. വായിക്കാൻ നേരമില്ല. തീത്തോസിനെ കാണാനിടയായി. അവിടെ താൻ പറയുന്നുണ്ട്, അകത്ത് യുദ്ധം, പുറത്ത് ഭയം. അല്ലേ? പുറത്ത് യുദ്ധം, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അങ്ങനത്തെ ടെൻഷൻ നമുക്കും അങ്ങനെയുള്ളവരില്ലേ? എന്തുണ്ട്? പുറത്ത്, അകത്ത് ഭയം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞാൻ പറയട്ടെ, അന്ന് വേണ്ട പരിപാടി നിർത്തിയേക്കാം, ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ വലിയ കൂടുതൽ ആത്മീയത്തിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് മാറിയിരിക്കുകയാണെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് സാത്താൻ്റെ പദ്ധതിക്ക് വിരോധമായി പുറപ്പെടുവാൻ തയ്യാറായപ്പോൾ വരേണ്ട നന്മകൾ വഴിയിൽ തങ്ങാതെ ദൈവം തക്ക സമയത്ത് തരുവാനിടയായി തീർന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തവനായ ദൈവം നമ്മുടെ ഉത്തരവാദിയായി നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. അവിടെ പൗലോസ് ചെയ്ത ഒറ്റ കാര്യം, എ പ്രൈസ് ഔട്ട്ബ്രേക്ക്. ഭയങ്കര ഉച്ചത്തിൽ സ്തോത്രം ചെയ്തു. എന്താ സ്തോത്രം ചെയ്യുന്നത്? എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എനിക്ക് അത്രേ ഒച്ചയുള്ളൂ. കരമുയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സ്തോത്രം. സ്തോത്രത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. തന്നെ അടുത്തായിട്ട് പറയുക, ഞങ്ങളുടെ മേലൊരു വാസനയുണ്ട്. അത് പെർഫ്യൂമിന്റെ വാസനയല്ല, ഒരു ജയത്തിന്റെ വാസന,
സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ശത്രുവിന്റെ പോരുകളെ തകർത്തു, ശത്രുവിന്റെ പദ്ധതികളെ തകർത്തു. ഞങ്ങൾ അവന്റെ നാമനിമിത്തം ജയാളികളാണ്. ഈ വാസന പേറുന്നവരാ, ഈ ജയത്തിന്റെ സൗരഭ്യവാസന പേറുന്നവരാ. മരണത്തിന്റെ വാസനയല്ല, പരാജയത്തിന്റെ വാസനയല്ല, ജയത്തിന്റെ വാസന. കാരണം പേർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ജയത്തിന്റെ വാസന പേറുന്നവരാ നമ്മളെന്ന് ബോധ്യമുള്ളവർ. പരാജയത്തിന്റെ വാസനയല്ല, മരണത്തിന്റെ വാസനയല്ല. ഹല്ലേലൂയ. അന്നത്തെ ഒരു സംഭവത്തെ പൗലോസ് അനുസ്മരിപ്പിക്കുന്നത്, അന്ന് യുദ്ധത്തിൽ ഒരു സൈന്യം മറ്റൊരു സൈന്യത്തെ ജയിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെട്ട സൈന്യത്തെ അവർ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇവരെ ഈ ജയിച്ച സൈന്യം മുന്നിൽ നടക്കുന്ന ഈ സൈന്യത്തിന് മുൻപിൽ പുരോഹിതന്മാർ കുന്തിരുക്കമിട്ട സുഗന്ധവർഗമിട്ട ധൂപക്കുറ്റികളുമായി നടക്കുവാനിടയാകും. ആ പുരോഹിതന്മാരുടെ തൊട്ടുപുറകിൽ ജയിച്ച സൈന്യം, അതിൻ്റെ പുറകിൽ പിടിക്കപ്പെട്ട സൈന്യം. അവിടെ രണ്ടു തരം വാസന വെളിപ്പെടുകയാ. ഒന്ന്, ജയിച്ചവർക്ക് ജീവനിലേക്കുള്ള വാസന. എന്നാൽ പിടിക്കപ്പെട്ട് പുറകിൽ വരുന്നവർക്ക് മരണത്തിലേക്കുള്ള വാസന. മനസ്സിലാവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധനയിൽ നിൽക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന വാസന ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസനയാണ്. തകരുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നേശു ജീവിക്കും നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കും ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാൽ, മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാൽ, ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. എന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനായി, മന്നിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനായി. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ,
യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, അല്പനേരം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അവർക്ക് മരണത്തിൽ മരണത്തിലേക്കുള്ള വാസന, ഞങ്ങൾക്ക് ജീവനിലേക്കുള്ള വാസന. ഇന്ന് രാവിലെ നല്ല ബോധ്യമുള്ളവർ കരമുയർത്തി പിടിച്ചാട്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ ജയത്തിന്റെ വാസന, ദൈവകൃപയുടെ സാന്നിധ്യം, ആമേൻ. കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം, കർത്താവിനോട് കൂടെ നിൽക്കുന്നിടത്തോളം കാലം തകരുവാൻ ദൈവശക്തി നമ്മെ അനുവദിക്കുകയില്ല. പാസ്റ്റർ വിപിൻ പ്രാർത്ഥിക്കുമല്ലോ. ആശ്വാസത്തിന്റെ ഉറവിടമായി ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ശക്തീകരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളെ കർത്താവെ കൂടെ ഇരുന്ന് ഞങ്ങളോടുകൂടെ അങ്ങ് അവിടുന്ന് കർത്താവെ നടന്ന് കർത്താവെ ഞങ്ങളുടെ ഏത് ബലഹീന അവസരങ്ങളിലും കർത്താവെ ഞങ്ങൾക്ക് ബലം പകർന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി ഹല്ലേലൂയ നിർത്തുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കർത്താവെ ആ മഹത്വത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ അങ്ങോട്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ മൺകൂടാരങ്ങളിലേക്ക് ആ ആത്യന്തികമായ ശക്തി അയക്കുവാൻ അങ്ങ് അവിടുന്ന് കർത്താവെ മനസ്സിൽ തോന്നിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന ആ സൗരഭ്യവാസനയായി അങ്ങ് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. തോൽവികളുടെ സമയങ്ങളിലും കർത്താവെ, നശിച്ചു പോകുന്നവരുടെ മധ്യത്തിലും കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ശോഭിക്കുന്നവരായി അങ്ങ് അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബെത്സൈദ കുടുംബത്തെ അങ്ങ് അവിടുന്ന് പ്രകാരം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഘോഷിക്കുവാൻ നിന്റെ മകനെ സഹായിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആഴ്ചക്കാലം പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ കർത്താവെ ചെയ്യേണ്ട കാര്യങ്ങളിലും അങ്ങ് അവിടുന്ന് സഹായിച്ച് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യങ്ങളെല്ലാം അങ്ങ് അവിടെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറക്കപ്പെട്ട കുഞ്ഞാടിന് ജയം. അങ്ങ് ഞങ്ങളോട് കൂടെ ഞങ്ങളെ വഴി നടത്തി ബലപ്പെടുത്തി സഹായിക്കണമേ എന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോളം എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവർക്കും ഇരിക്കാം. പ്രിയ അഭിനിഷായി മുൻപോട്ട് വന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തും. അതിന് മുൻപായിട്ട് അദ്ദേഹം വരുമ്പോഴേക്കും പോകരുത്, ആരും പോകരുത്, എല്ലാവരോടും ഇരിക്കുക. അതിന് മുമ്പായിട്ട് ഈ ആഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ ക്രമീകരണം അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എല്ലാ ദിവസവും വൈകുന്നേരം ദിനേനയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കുക. ചൊവ്വാഴ്ച രാവിലെ